ഹലോ. അപ്പോൾ നാളെ തൊട്ട് നോമ്പ് തുടങ്ങുകയാണ്. ഇവിടെ കുറച്ചധികം പണികളൊക്കെ ഉണ്ട് എനിക്ക്. എല്ലാവരും നോമ്പിന് മുൻപ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, കുറച്ച് സമൂസ ഫില്ലിങ്സ്, അതേപോലെ ചിക്കൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ്സൊക്കെ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഇതെനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. ഞാൻ ഈ വക പണികളാണ് മെയിനായിട്ട് ചെയ്യുക. അതുകൊണ്ട് കിച്ചൺ നല്ല അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ അത്താഴത്തിനാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ കഴിക്കില്ല കേട്ടോ. കുറച്ച് പ്രോട്ടീൻ പൗഡർ എൻ്റേതായ രീതിയിലൊക്കെ ഞാൻ സെറ്റാക്കി വെക്കും. അതേപോലെ കുറച്ച് ബോൾസാക്കി വെക്കും. അപ്പോൾ ആ വക പണികളിൽ ആണ് ഞാൻ തലേ ദിവസം ആണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നാളെ ആയിരിക്കും നോമ്പ്. അപ്പോൾ നൈറ്റ് അറിയാം, എന്തായാലും കൺഫേം ആയിരിക്കുമല്ലോ നൈറ്റ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇന്നെന്തായാലും ഒരു സാമ്പാറും ചോറൊക്കെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വക എന്താ പറയുക, വെജിറ്റബിൾ കറികളൊക്കെ കഴിക്കാനൊരു മടിയായിരിക്കും. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് മുൻപ് ഒരു സാമ്പാറും ഉപ്പേരിയും മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറ് തിന്നാന്ന് ഒരു തോന്നൽ. സാമ്പാർ കുറേയായി വെച്ചിട്ട്, അപ്പോൾ എന്തായാലും വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഈ വക പണികളൊക്കെ ഒന്ന് സൈഡാക്കിയിട്ടാണ് ഇനി അതുമേ നിൽക്കേണ്ടത്. അപ്പോൾ ഇതിനും എന്താ പറയുക, ഞാൻ സാമ്പാർ ആക്കുമ്പോൾ അതേപോലെ സെപ്പറേറ്റാണ് വെജിറ്റബിൾസൊക്കെ വേവിക്കുക. ചിലവരൊക്കെ ഒരുമിച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, പരിപ്പും വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച്. ഇപ്പം ഞാൻ സാമ്പാർ പൊടി നോക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ് കിട്ടിയില്ല. ഇത് മേളം ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പുളി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ വെച്ചിട്ട് കുറേയായി. നാട്ടിൽ പോയി വന്നപ്പോൾ പുളി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പുളി ഉപയോഗിച്ചാണെന്ന് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫിഷൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയൊക്കെ ഞാൻ നീക്കിയിട്ട് മാറ്റിയ സംഭവങ്ങൾ മാത്രം എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി വയ്ക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പരിപ്പ് ഒരുപാട് വേവിക്കില്ല, വേവിച്ചുടയ്ക്കൊന്നുമില്ല, എന്നാൽ പോലും അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. ചിലപ്പോൾ കിട്ടുന്ന പരിപ്പ് അങ്ങനെയായിരിക്കും, നന്നായി വെന്ത് പോവും. അപ്പോഴും സാമ്പാർ വല്ലാതെ കട്ടിയായി പോവും. അപ്പം അങ്ങനെ എന്താ പറയുക, അപ്പോൾ അങ്ങനെ അവസാനം സാമ്പാർ സെറ്റായി. അപ്പോൾ തണുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് മല്ലിയില ഇപ്പിടില്ല. അപ്പോൾ സേറാക്ക് ഞാൻ ചെറിയൊരു സംഭവം സെറ്റാക്കി കൊടുക്കട്ടെ. അവൾ എണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അവൾക്ക് സ്ഥിരം ബുൾസൈ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വെറൈറ്റി 2-3 ദിവസമായി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മടുക്കുന്നവരെ ഇത് ട്രൈ കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾസ്, ഇച്ചിരി ക്യാരറ്റ്, ഇച്ചിരി ബീട്രൂട്ട്, ഇച്ചിരി ബീൻസൊക്കെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉപ്പേരിക്ക് ഞാൻ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുരു അതിൻ്റെ തൊലിയൊക്കെ കളയുമ്പോൾ അതിൻ്റെ ഒന്നുകൂടി സ്കിന്നുണ്ടാവുമല്ലോ, അത് ചിലവരൊക്കെ നീക്കാറുണ്ട്, ഞാൻ നീക്കാറില്ല. കാരണം അതിലാണ് കൂടുതൽ വിറ്റാമിൻസ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്, അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ മസാല എന്താ പറയുക, എനിക്ക് അങ്ങനെയാണ്, അത്യാവശ്യം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. ചിലരൊക്കെ കുറച്ച് ചേർത്തിട്ടാണ് ഉപ്പേരിയൊക്കെ വെക്കുക. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ ഒരുപാട് ചേർക്കും. അപ്പോൾ ഇനി അത് കാച്ചണം. ഇവിടെ നല്ല തണുപ്പാണ്, കണ്ടില്ലേ. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഞാൻ കുത്തി ഇളക്കിയിട്ടാണ് എടുക്കുക, അത്രയും തണുപ്പിൽ ഉരച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാച്ചാതെ മാറ്റി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക്
പിന്നെ കഴിക്കാനാണ് കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരി സെറ്റായിട്ടുണ്ട്. ഇനി ഫിഷും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ചെറുതീയിൽ വെച്ചിട്ട് കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ഇത് വറുക്കുക കേട്ടോ. അധികം വെളിച്ചെണ്ണൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു മെയിനായിട്ടൊരു പണിയും കൂടി ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് അവി വന്നപ്പോൾ പനം കലക്കേണ്ട ഓട്ടോ മേടിച്ച് കൊടുത്തയച്ചിരുന്നു. ഇത് എന്താ പറയുക, നോമ്പിനൊക്കെ ഇടയ്ക്ക് നമുക്കൊരു ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നിയാൽ ഇച്ചിരി മധുരമായിട്ട് കഴിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പൊടിച്ച് വയ്ക്കും. ഇതല്ലേ, നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം അത് യൂസ് ചെയ്യാമല്ലോ. പിള്ളേർക്കായാലും നമുക്കായാലും നല്ലതല്ലേ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ നോക്കിയപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്തായാലും വാപ്പ കൊടുത്തയച്ച് കുറച്ച് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു എഗ്ഗ് പൊട്ടിച്ചതിൽ വെച്ച് അതിൽ കുറച്ച് മിൽക്കൊക്കെ ചേർത്ത് എന്താ പറയുക ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച ബ്രെഡ്. സെറാക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അവൾ കഴിക്കലുണ്ട്. ഞാൻ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് അലിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഇതെനിക്കിഷ്ടം കേട്ടോ ഈ സംഭവം. അപ്പോൾ ഇന്നത്തെ പണി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.